നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കം. പത്മകുമാറിനും ഗോവർദ്ധനും ജാമ്യമില്ല. മാത്രമല്ല, ഹൈക്കോടതി വീണ്ടും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ SIT വിമർശിച്ചിരുന്നു, SITയുടെ അന്വേഷണ രീതിയെ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ട് N വിജയകുമാറിലേക്കും അതുപോലെ തന്നെ ശങ്കർദാസിലേക്കും എത്തിയില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ പോലീസിന്റെ അന്വേഷണ രീതിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ഏറെ ചർച്ചയായ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പോലീസിന്റെ അന്വേഷണ രീതി, SITയുടെ അന്വേഷണ രീതി ഹൈക്കോടതി നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ അന്വേഷണം തണുപ്പൻ രീതിയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് കോടതിയുടെ ചോദ്യം. പ്രതികളായ A പത്മകുമാറിന്റെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി അവധിക്കാല ബെഞ്ചിന്റെ ഈ പരാമർശം. പ്രതികൾക്കിപ്പോൾ ജാമ്യം നൽകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും പിടികൂടേണ്ടതുണ്ട്. മറ്റൊരു ബെഞ്ചിന്റെ പരാമർശം കൂടി ചൂണ്ടിക്കാട്ടിയാണ് അവധിക്കാല ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ പത്മകുമാറിന്റെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകൾ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുന്നതിനായി റെഗുലർ ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ പ്രതികൾ പരസ്പരം പഴിചാരുന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. സ്വർണ്ണ കവർച്ച കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ഗോവർദ്ധൻ കോടതി. പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം പിടിച്ചെടുത്തതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്രമക്കേടുകൾ നടത്തിയതെന്നും ഗോവർദ്ധൻ ആരോപിച്ചു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായി അനുമതി നൽകിയെന്നും ഗോവർദ്ധന്റെ വാദം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൈമാറിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നാണ് പത്മകുമാർ കോടതിയിൽ പറഞ്ഞത്. ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗൗരവകരമായ ആരോപണങ്ങളാണ് കേസിന് ആധാരം. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കിനെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് ഉയർന്നത്. കോടതിയുടെ പുതിയ നിരീക്ഷണത്തോടെ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യത, അത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ശനിയാഴ്ചയായിരുന്നു ചോദ്യം ചെയ്തത്. ഇപ്പോഴാണ് ആ വിവരം പുറത്തു വരുന്നത്. നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നതിനുള്ള അപേക്ഷ ആദ്യം നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഒരു സുപ്രധാന തീരുമാനമെടുത്തതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നതരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്വർണം കടത്തുന്നതിനും അതിൽ കൃത്രിമം നടത്തുന്നതിനും ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ചോദ്യം ചെയ്യലൊക്കെ നിർണായകമായി കഴിഞ്ഞിരിക്കുകയാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്യുക ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു. എന്തായാലും ചോദ്യം ചെയ്ത ശേഷം എന്തായാലും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നത് വ്യക്തമാണ്. ചോദ്യം ചെയ്തു വിട്ടയച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന A പത്മകുമാറിന്റെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 40 ദിവസമായി ജയിലിൽ കഴിയുന്നുവെന്ന് പത്മകുമാർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഈ വിമർശനം, ഇതിനെ ഇനി SIT ഏത് രീതിയിലാണ് അന്വേഷണം ഘടിപ്പിക്കുക? SIT മേൽ സമ്മർദ്ദം ശക്തമാകുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഹൈക്കോടതി അന്വേഷണം ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ SITക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. ഇനി എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ചോദ്യം ചെയ്തു. 2019 മന്ത്രി എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളത് അന്വേഷണ സംഘം ചോദിച്ചുവെന്നും അത് പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു കടകംപള്ളി മറുപടി നൽകിയത്. ദേവസ്വം ബോർഡ് എടുക്കുന്ന എല്ലാ കാര്യവും മന്ത്രി അറിയാറില്ലെന്നും സ്വർണം പൂശൽ നടപടിയിൽ ഇടപെട്ടിട്ടില്ല എന്നും കടകംപള്ളി മൊഴി നൽകി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും ശബരിമലയിൽ വെച്ചാണ് പരിചയമെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പല വഴിപാടുകളുടെ സ്പോൺസർ എന്ന പരിചയമാണുള്ളതെന്നും അതിനപ്പുറം പോറ്റിയുമായി ഇടപാടൊന്നുമില്ലെന്നും കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. കേസിലെ ദൈവതുല്യൻ കടകംപള്ളിയാണോ എന്ന ചോദ്യത്തിന് ശവന്തീനികളല്ലെന്നും അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ മറുപടി നൽകിയിരിക്കുകയാണ്. എല്ലാം ചെയ്തത് പത്മകുമാർ എന്നാണല്ലോ അറസ്റ്റിലായ മറ്റുള്ളവരുടെ മൊഴി എന്ന ചോദ്യത്തിന് അയ്യപ്പൻ നോക്കിക്കോളുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി പുറത്തിറക്കുമ്പോൾ ആയിരുന്നു ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇടവരുത്തുന്ന പ്രതികരണമുണ്ടായത്. പത്മകുമാറിന്റെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി നീട്ടിയിരിക്കുകയാണ്. അതേസമയം കേസിൽ D മണിയെയും സഹായി ബാലമുരുകനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ SIT ഓഫീസിൽ രാവിലെ 10:30യോടെയാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ. D മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന വിദേശ വ്യവസായയുടെ മൊഴിയിലെ വസ്തുത തുടങ്ങിയ കാര്യങ്ങളാണ് ചോദ്യം ചെയ്യൽ. അതിനിടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുവാദം നൽകി.
ഇൻസ്പെക്ടർ റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനാണ് SITക്ക് അനുമതി നൽകിയത്. SITയുടെ ഉപഹർജി ജസ്റ്റിസുമാരായ സിയാദ് റഹ്മാൻ, MP സ്നേഹലത എന്നിവരുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചു. ജോലിഭാരം ലഘൂകരിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥർ വേണം എന്നായിരുന്നു SITയുടെ ആവശ്യം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് അടുത്ത തിങ്കളാഴ്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വീണ്ടും പരിഗണിക്കും. അന്നായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ. സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടെന്നാണ് വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടെന്നുമാണ് വിജയകുമാർ SITയെ അറിയിച്ചത്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതായിരുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. സഖാവ് പറഞ്ഞതുകൊണ്ട് താൻ ഒപ്പിടുകയാണ് ചെയ്തത്. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം സഖാവ് ബോർഡിൽ പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിച്ചോ മറ്റൊന്നും വായിക്കാതെ താൻ ഒപ്പിട്ടു. ഇനിയും പുറത്തു നിന്നാൽ സർക്കാരിന് നാണക്കേടായതുകൊണ്ടാണ് കീഴടങ്ങിയതെന്നാണ് വിജയകുമാർ നൽകിയിരിക്കുന്ന മൊഴി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായാണ് റിമാൻഡ് റിപ്പോർട്ട്. പോറ്റ് ഉൾപ്പെടെ പ്രതികൾക്ക് അന്യായ ലാഭമുണ്ടാക്കാൻ കൂട്ടുനിന്നു, ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നു. വിജയകുമാർ കട്ടിളപ്പാളി കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക ശില്പ കേസിൽ 15ാം പ്രതിയുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസ് നിർണായക ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹൈക്കോടതി നിരന്തരം SITയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈക്കോടതിയുടെ വിമർശനത്തോടെ SIT ഇനി ഏത് രീതിയിലാണ് അന്വേഷണത്തിന്റെ ലെവലുകൾ മാറുന്നത് എന്നടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. നേരത്തെയും അതിരൂക്ഷമായ വിമർശനം SITക്ക് മേൽ വരുന്നു. ഇപ്പോഴും ഹൈക്കോടതി SITയെ വിമർശിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദം SITക്ക് മേൽ വരികയാണ്. അപ്പോൾ ഇനി ഏത് രീതിയിലാണ് അന്വേഷണം, പ്രത്യേകിച്ച് N വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ്. ഈ ഒരു വിമർശനം, ഇന്നും വിമർശനം ഉണ്ടായിരിക്കുന്നു. ഇനി ആരുടെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ചോദ്യവും നിലവിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.